ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 72,000 കവിഞ്ഞു. 24 മണിക്കൂറിനിടെ 2 പേരെയാണ് ഇസ്രായേൽ സേന കൊന്നൊടുക്കിയത്. 25 പേർക്ക് പരിക്കേറ്റു. ഈ വർഷം മാത്രം 30-ലേറെ കുഞ്ഞുങ്ങളാണ് ആക്രമണത്തിൽ മരണത്തിന് കീഴടങ്ങിയത്. അതിനിടെ ഗസയുടെ ഭരണം ടെക്നോക്രാറ്റിക് സമിതിക്ക് കൈമാറാൻ ഇസ്രായേൽ തയ്യാറാകണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു. അബ്ബാസ് മുഹമ്മദോട് വിവരങ്ങൾ നൽകാനായി. അബ്ബാസ്, 2ാം ഘട്ട വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായിട്ടുണ്ട്. റഫാ അതിർത്തി തുറന്നിട്ടുണ്ട്. ബന്ദികളുടെ മൃതദേഹങ്ങളൊക്കെ കൈമാറിയിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ അപ്പോഴും ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്താണ് ഗസയിൽ സംഭവിച്ചത് അബ്ബാസ്? അനിഷ, തീർച്ചയായിട്ടും അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഒക്കെ സമ്മർദ്ദ ഫലമായിട്ടാണ് ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത്. ഈ കരാറിന് യാതൊരു തരത്തിലുള്ള ഗൗരവവും കൽപ്പിക്കാതെയുള്ള ആക്രമണവുമായിട്ടാണ് ഇന്നും ഇസ്രായേൽ ഗസയിൽ അവരുടെ ആക്രമണങ്ങളൊക്കെ നടത്തിയത്. ഏതായാലും ഇന്ന് 24 മണിക്കൂറിനിടെ രണ്ട് പേർ കൊല്ലപ്പെടുകയും 25-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ ഒരു ഗസയിൽ നിന്നുള്ള റിപ്പോർട്ടെന്ന് പറയുന്നത്. ഇതോടുകൂടെ മരണസംഖ്യ 72,027 എന്നുള്ളതാണ്. ആകെ ഈ 2023 ഒക്ടോബറിന് ശേഷം, ആക്രമണം ആരംഭിച്ച ശേഷം ഇത്രയും പേരാണ് ഗസയിൽ കൊല്ലപ്പെടുന്നത്. ഇതിൽ തന്നെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം മാത്രം 576 കൊല്ലപ്പെട്ടു എന്നതുകൂടി നമ്മൾ ഇതോടുകൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ആകെ പരിക്കേറ്റവരുടെ എണ്ണം 1,71,000 കഴിയുന്നു. അതുപോലെ ഈ വെടിനിർത്തൽ കരാറിന് ശേഷം പരിക്കേറ്റവരുടെ എണ്ണം 1,500-ലേറെയാകുന്നു എന്നുള്ളതാണ്. ഒരു വെടിനിർത്തൽ കരാറിന് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഒക്കെ സമ്മർദ്ദ ഫലമായി നിലവിൽ വന്ന ഒരു കരാറിന് ഇസ്രായേൽ സേന കാണിക്കുന്ന ഒരു ഗൗരവം എത്രയുണ്ട് എന്ന് അത് കൃത്യമായിട്ട് ഇത് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഏതായാലും ഇസ്രായേൽ സേന ഇന്ന് ഇന്ന് കടൽ വഴിയും അതുപോലെ കര വഴിയും ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ന് ഗസയിൽ മാത്രമല്ല, വെസ്റ്റ് ബാങ്കിൽ കൂടി ഇസ്രായേലിൻ്റെ ആക്രമണം റിപ്പോർട്ട് ചെയ്തു. ഒരു വലിയ കെട്ടിടം ഇന്ന് ഗസക്കകത്ത് 4-5 നിലയുള്ള ഒരു വലിയ കെട്ടിടം തകർക്കുന്ന ഒരു വിഷ്വൽ അതുകൂടി ഇന്ന് ഗസയിലെയും അതുപോലെ ലോകത്തിലൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഏതായാലും വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആ കെട്ടിടത്തിലുള്ള ആളുകളോട് ഒഴിഞ്ഞു പോകാൻ പറയുകയും അങ്ങനെ അത് തകർക്കുകയും ചെയ്യുകയായിരുന്നു. എല്ലാ ദിവസവും ഇങ്ങനെ ആക്രമണം നടക്കുന്നുണ്ട്. അതിന് കാരണമായി പറയുന്നത് വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് തങ്ങളുടെ സേനയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇത് പറഞ്ഞാണ് എല്ലാ ദിവസവും 1-2 പേരെ ഇസ്രായേൽ സേന കൊന്നൊടുക്കുന്ന സാഹചര്യമുള്ളത്. ഇന്ന് ഈ 24 മണിക്കൂറിലെ 2 പേരാണ് കൊല്ലപ്പെട്ടതെങ്കിൽ നമുക്കറിയാം ഒരാഴ്ച മുമ്പ് 21 പേർ കൊല്ലപ്പെട്ട വളരെ വലിയൊരു ആക്രമണം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇസ്രായേൽ സേന അതിൻ്റെ ആക്രമണം നിരന്തരമായി ഗസയിൽ തുറന്നുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമുണ്ട്. ഇതോടുകൂടെ തന്നെ ഇന്ന് റഫ അതിർത്തി വഴി ഈജിപ്തിലേക്ക് മെഡിക്കൽ ഇവാക്വേഷനുമായി ബന്ധപ്പെട്ട ചികിത്സക്കായി ബന്ധപ്പെട്ട പോകേണ്ട ഒരു കുഞ്ഞു കൂടി അവിടെ മരിച്ചു എന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ ഈ വർഷം ആരംഭിച്ച ശേഷം 34 കുഞ്ഞുങ്ങൾ ഗസയിൽ മരിച്ചു എന്നുള്ളത് കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. ഈ ഗസയിൽ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ആക്രമണം മാത്രമല്ല, അവിടെയുള്ള അതിശൈത്യം മൂലവും കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. ഏകദേശം 10-ലേറെ കുഞ്ഞുങ്ങൾ ഈ അതിശൈത്യം മൂലം ഗസയിൽ ഇതുവരെ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതോടുകൂടെയാണ് ഈ ഗസയിലെ ആളുകൾക്ക് നേരെയുള്ള, ഗസയിലും നിസ്സഹായരായ മനുഷ്യർക്ക് നേരെയുള്ള ആക്രമണം നടക്കുന്നത്. നോക്കൂ അനീഷ, ഇത് ആക്രമണം നടക്കുന്നത് ടെൻറ്റുകൾക്ക് നേരെയാണ്, അതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് നേരെയാണ്. ഈ ടെൻറ്റുകളുടെയൊക്കെ മേൽക്കൂര എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളിൽ അതുപോലെ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഒക്കെ സഹായത്തോടു കൂടെ വലിച്ചു കെട്ടിയ ടാർപോളിൻ ഷീറ്റുകൾ താമസിക്കുന്ന മനുഷ്യർക്ക് നേരെയാണ്, ഈ നിസ്സഹായരായ മനുഷ്യർക്ക് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. ഇതോടൊപ്പം തന്നെ ഇന്ന് ഹമാസ് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. അഥവാ ഗസയിലെ ദൈനംദിന കാര്യങ്ങളുടെ ചുമതല ഇതുമായി ബന്ധപ്പെട്ട് US പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ നിലവിൽ വന്നിട്ടുള്ള കരാർ പ്രകാരമുള്ള ഈ ടെക്നോക്രാറ്റിക് ബോഡിക്ക് കൈമാറണം എന്നുള്ളൊരു കാര്യം കൂടി ഹമാസ് ഇന്ന് ഉന്നയിച്ചിട്ടുണ്ട്. ഇത് വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമാണ്. എന്നാൽ അത് അംഗീകരിക്കാൻ ഇതുവരെ ഇസ്രായേൽ ഭരണകൂടം തയ്യാറായിട്ടില്ല. അത് പലസ്തീൻ അതോറിറ്റിയിലെ മന്ത്രി കൂടിയായിട്ടുള്ള ഒരു സഹായത്തിൻ്റെ നേതൃത്വത്തിലുള്ള
ഒരു സമിതിയാണിത്. ഈ സമിതിക്ക് അധികാരം കൈമാറാൻ ഇതുവരെ ഇസ്രായേൽ ഭരണകൂടം തയ്യാറായിട്ടില്ല. ആ ഒരു ആവശ്യം ഇന്ന് ഇസ്രായേൽ ഉന്നയിച്ചിട്ടുണ്ട്. അറബ് രാജ്യങ്ങളടക്കം, ഖത്തറടക്കം, അതുപോലെ UAE-യും ഈജിപ്തും അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഈ ഭരണസമിതിക്ക് ഗസയിലെ ദൈനംദിന കാര്യങ്ങളുടെ ചുമതല കൈമാറണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നതാണ്. എന്നാൽ റഫാത്ത് അതിർത്തി തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഇസ്രായേൽ സ്വീകരിക്കുന്ന ഒരു ഇരട്ടത്താപ്പുണ്ട്. ആ ഇരട്ടത്താപ്പ് അതുപോലെ തന്നെയാണ് നിലവിൽ ഗസയിലെ ദൈനംദിന ഭരണത്തിൻ്റെ ഒരു ദൈനംദിന ഭരണകാര്യങ്ങൾ വിട്ടുകൊടുക്കാനുള്ള ഇസ്രായേലിൻ്റെ വൈമനസ്യവും ഇന്ന് പ്രകടമാകുന്നു. ഏതായാലും അക്കാര്യം ഹമാസ് ഉന്നയിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ അതിൻ്റെ സമ്മർദ്ദവും ശക്തമാണ്. വരും ദിവസങ്ങളിൽ ഇസ്രായേൽ ഇതോട് എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. അനീഷ. ശരി, അബ്ബാസ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.